ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കറിയാണ്, പക്ഷേ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളൊക്കെ ചെയ്യുന്ന ഉണക്കമീൻ കറിയാണ് കേട്ടോ. ഉണക്കമീൻ കറി ചെയ്യുന്നത് നമ്മുടെ പഴയ രീതിയിൽ നിന്നൊക്കെ മാറ്റി നമുക്ക് വേറെ രീതിയിൽ ചെയ്തിട്ടതിൽ ഇരട്ടി സ്വാദിനും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ മാന്തൽ അഥവാ നങ്കാണ് കേട്ടോ. ഒരു 3 വലിയ മാന്തൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ മാന്തളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നൊരു പച്ച തക്കാളിയാണ് കേട്ടോ. ഒരു 4 പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് വേണമെങ്കിൽ തക്കാളിക്ക് പകരം മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ സവാള ഉള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നടുവ് കീറിയത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയത് കേട്ടോ. ഈ തേങ്ങ ചിരവിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട, ഒരു മിനിമം രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. പാത്രം ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. എരിവ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തക്കാളിക്ക് പുളിയുണ്ട്, എങ്കിലും നമുക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 അല്ലി കുടംപുളി എടുത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവിയൊക്കെ എന്തായെന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ മീനൊന്ന് കുക്കാൻ വേണ്ടി ഒന്നുകൂടെ മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം. ഉണക്കമീനാണെങ്കിലും അല്പം ഉപ്പുറവുണ്ട്, നമുക്കിതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ ഒരു ഉണക്കമീൻ കറി വെക്കുന്ന കഴിഞ്ഞും ഇരട്ടി സ്വാദാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും നിങ്ങൾ. ഈ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ രുചികരമായിട്ട് നമുക്ക് ഉണക്കമീൻ കറി തയ്യാറാക്കാം. ഈസിയായിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.